എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ആൻഡ് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ ഷോർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ജില്ലക്കാർക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് കറങ്ങി വരാൻ പറ്റുന്ന ഒരു ചെറിയ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇതൊരു ഫാമാണ്. എറണാകുളത്ത് നിന്നും ഏകദേശം 70 കിലോമീറ്റർ അകലെ ചാവക്കാട് പഞ്ചവടി ബീച്ചിന് സമീപമാണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത്. ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുന്നവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ഏകദേശം 10 കിലോമീറ്ററാണ് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണിത്. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 200 രൂപയാണ്. അതിപ്പോൾ കുട്ടികൾ വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ മാത്രമേ ഇല്ലാത്തുള്ളൂ. അതിനൊരു മെഷർമെൻറ്റ് സ്കെയിൽ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ സ്കെയിലിനപ്പുറത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 6 പേര് 1200 രൂപ കൊടുത്ത് നമ്മൾ അങ്ങനെ ടിക്കറ്റ് എടുത്തു. ഇതിനടുത്ത് തന്നെയാണ് കേട്ടോ മറൈൻ അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് അവിടെയും പോകാം, അവിടെ വരുന്നവർക്ക് ഇവിടെയും പോകാം. അങ്ങനെ എല്ലാം കൂടി ഒരു ചേർന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. അങ്ങനെ നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഒട്ടകം ഉള്ളത്. അപ്പോൾ അതിന് ഫീഡ് ചെയ്യാനുള്ള ഇലയും സംഭവങ്ങളൊക്കെ അവിടെ കൊടുക്കാൻ വേണ്ടി ഒരാളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഒട്ടകം. അത്യാവശ്യം വലിയൊരു ഒട്ടകമാണ്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന ഫുഡ് നമുക്കിതിനെ തൊടാനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. ചില ഫാമുകളിലൊക്കെ ഇതിനെ തൊടലും കാര്യങ്ങളൊന്നും സമ്മതിക്കില്ലെങ്കിലും ഇവിടെ എല്ലാ ജീവികളെയും നമുക്ക് തൊടാൻ കഴിയും. അപ്പോൾ എല്ലാവരും അതിന് ഫീഡ് ചെയ്യാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കയറി വരുമ്പോൾ തന്നെ ഈ ഒട്ടകമാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നേരെ റൈറ്റ് സൈഡിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫീഡ് ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൈറ്റ് സൈഡിലേക്ക് പോവാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ എന്താണെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലുള്ളത് കുതിരകളാണ് കേട്ടോ. 2 കുതിരകളാണുള്ളത്. ഒരു വെളുത്ത കുതിരയുണ്ട്, ഒരു ബ്രൗൺ കളർ കുതിരയുണ്ട്. അപ്പോൾ ഇതിന് കൊടുക്കാനുള്ള പുല്ലും നമുക്ക് ഇവിടെ തന്നെ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾ തരും. അപ്പോൾ നമുക്കിതിനെ തൊടുകയോ കാര്യങ്ങളെല്ലാം ചെയ്യാം. എല്ലാം ജീവികളും ഫ്രണ്ട്ലിയാണ് ഇവിടുത്തെ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു ആടാണ്. ഈ ആടെന്ന് പറയുന്ന പല വെറൈറ്റി ആടുകൾ ഇവിടെ ഉണ്ട്. ഇത് ഒരു ചൈനീസ് ആടാണ്. അതിൻ്റെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാൾ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ അതിനടുത്ത് പോയാലും നെറ്റ് കൊണ്ട് മുട്ടിച്ചാലൊന്നും ഇതൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഇവിടുത്തെ ആടുകളാണെങ്കിൽ നമ്മളെ ഒരുമാതിരി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല. വലിയ നല്ല വളഞ്ഞ കൊമ്പുകളാണ് ഇതിനുള്ളത്. ആൾ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലിയാണ്. എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് ആളുകളെ കാണുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും നേരത്തെ കണ്ട കുതിര കിടപ്പായി. കുറേ സമയമായി ആളുകളെല്ലാവരും വരുന്നതുകൊണ്ടായിരിക്കാം. ഇടയ്ക്ക് അത് റെസ്റ്റ് എടുക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഒരു വിശാലമായ പോണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊളോണിയൽ സ്റ്റൈലിൽ ഒരു ഷെഡും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പോണ്ടിൽ 2 അരയണകളുണ്ട്. അത് പുറത്തെ രാജ്യത്തെ ഒരു സ്പീഷ്യസാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആ സൈഡിൽ തന്നെ ഒരു കഫറ്റേരിയ പോലൊരു സംഭവമാണ്. അപ്പോൾ സ്നാക്സും കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കുകയും കഴിക്കുകയും എല്ലാം ചെയ്യാം. അതിനൊന്നും പ്രത്യേകിച്ച് റേറ്റ് കൂടുതലൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ MRP ഉള്ള സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന റേറ്റ് തന്നെയാണ് എല്ലാ സാധനങ്ങൾക്കും. ഇതുപോലെ ധാരാളം സ്പ്രേയും വാട്ടർ സ്പ്രേ എല്ലാ മരത്തിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തണുപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കും. അതുപോലെ ഫോട്ടോ പോയിൻറ്റുകൾ ധാരാളം ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള ഫോട്ടോ പോയിൻറ്റുകളും ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ പോണ്ട് തന്നെയാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും ഇതുപോലുള്ള സ്പീഷ്യസിനെല്ലാം അവർ നമ്മുടെ മേത്ത് കൊണ്ട് വയ്ക്കും. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ വെക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമേ ഇത് ഇൻട്രസ്റ്റ് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ അടുത്തുകൊണ്ട് വയ്ക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്കറിയാമല്ലോ നമുക്കിത് മേത്ത് കയറ്റാനൊക്കെ താല്പര്യമുള്ളതുകൊണ്ടായിരിക്കും അവർ നമ്മുടെ മേത്ത് കൊണ്ട് ഇങ്ങനെ വയ്ക്കും. കുട്ടികളുടെയൊക്കെ മേത്ത് ഈ സാധനങ്ങളൊന്നും കാര്യമായിട്ട് ഉപദ്രവിക്കില്ല കേട്ടോ. നമ്മളെ കാര്യമായിട്ടൊന്നല്ല, ഇതൊന്നും ഉപദ്രവിക്കില്ല. അത് നല്ല ട്രെയിൻഡാണ്. ഇപ്പോൾ ഒരു അണ്ണാൻ വർഗ്ഗത്തിൽപ്പെട്ട വേറൊരു കൺട്രിയിലുള്ളൊരു അണ്ണാനാണിത്. അതിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ജീവി. അതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എല്ലാം ഉടുപ്പൊക്കെ ഇടിച്ചാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സൗത്ത് ആഫ്രിക്കൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ചൈനീസ്, സൗത്ത് ആഫ്രിക്കൻ, കൊറിയ, ബ്രസീൽ അങ്ങനെ പല രാജ്യത്തുള്ള പലതരത്തിലുള്ള അണ്ണാനുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെ കൈ കൊണ്ട് തൊടണ്ട. അതിങ്ങനെ കൈ ഇങ്ങനെ വച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ നമ്മുടെ മേത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കോളും. ഇത് കണ്ടില്ലേ, ഇത് ആരോടും ചോദിക്കാതെ ആരുടെയും മേത്ത് നിന്ന് എൻ്റെ മേത്തേക്ക് ചാടി കയറിയതാണ്. ഇതിന് ചെറുതായിട്ട് ഇതിനിങ്ങനെ ഒരു പറക്കാൻ കഴിയും കേട്ടോ. ചിറക് പോലത്തെ ഒരു സംഭവമുണ്ട്. അങ്ങനെ പറക്കലല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചാടി പറക്കാനുള്ളൊരു സംഭവമുണ്ട് ഇതിന്. അപ്പോൾ എൻ്റെ കഴുത്തിൽ കയറിയിരിക്കുന്നുണ്ടോ ഒരു പ്രശ്നമില്ല. നമ്മളിത് എങ്ങനെ അത് നടന്നിട്ടും എങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്ക് യാതൊരു തരത്തിലുള്ള ബോഡിയിൽ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ ഇതുപോലുള്ള തത്ത എന്ന് പറഞ്ഞാൽ ഇത് മെക്കാവോ ഇനത്തിൽപ്പെട്ട സംഭവങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഇതുപോലെ തലയിലെല്ലാം വന്നിരിക്കും കേട്ടോ.
അതൊക്കെ അതിൻ്റെ ഇഷ്ടത്തിന് വന്നിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അത് ഓൾറെഡി ട്രെയിൻഡാണ്, നമ്മളെ കൊത്തും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സേഫാണ്, ശരിക്കും പറഞ്ഞാൽ സേഫാണ്. ഇവിടെ ഈ കാണുന്നത് ഇഗ്വാനയാണ് കേട്ടോ. അപ്പോൾ ഇഗ്വാന ഇവിടെ കുറേ ഉണ്ട്. ഇത് പ്യുവർലി വെജിറ്റേറിയനായ ഒരു സ്പീഷ്യസാണ്. കാണുമ്പോൾ ദിനോസറിനെ പോലെ എല്ലാം തോന്നിയാലും ആൾ ഭയങ്കര പാവമാണ്, ഒരു തരത്തിൽ ഉപദ്രവിക്കില്ല. അതിൻ്റെ വായിക്കകത്ത് കൈയിട്ടാലും അത് കടിക്കുകയൊന്നുമില്ല. കാര്യമായിട്ട് വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് നല്ല വെയിറ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചേ, അങ്ങനെ വെയിറ്റ് ഒന്നുമില്ല. എവിടെ ഇരുത്തിയാലും അവിടെ ഇരുന്നോളും. അവിടെ ഇരുന്ന് പയ്യെ ഇങ്ങനെ നമ്മുടെ ഈ ഓന്തൊക്കെ ഇല്ലേ, ഓന്തിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ നടത്തം കാര്യങ്ങളെല്ലാം. ഉടുമ്പിൻ്റെയൊക്കെ ഒരു സ്റ്റൈൽ തന്നെയുണ്ട്. പക്ഷെ ഉടുമ്പ് നമ്മളെ കടിക്കുക ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. അതുമാത്രമല്ല ഇത് വെജിറ്റേറിയൻ ആണ് ഉടുമ്പ്, പക്ഷേ നോണും കാര്യങ്ങളെല്ലാം കഴിക്കുമല്ലോ. അപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ അണ്ണാനാണ് ഇവിടെ നിറച്ചുണ്ട് കേട്ടോ. അത് വേറൊരു മോഡലാണ്, വേറൊരു രാജ്യത്തിൻ്റെ അണ്ണാനാണ്. അതെല്ലാം ഇങ്ങനെ ചാടി നമ്മുടെ മേത്ത് കയറും, നല്ല രസമാണ്. അപ്പോൾ ഇഗ്വാന എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ മെയിനായിട്ടുള്ള പിടിവലി നടക്കുന്നത്. നല്ല റഷുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ, എനിക്ക് തോന്നുന്നു വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ ഇത് എല്ലാവർക്കും ഒന്നും ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. വീക്ക് ഡേയ്സിൽ പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് മൃഗശാലയിൽ പോയി കഴിഞ്ഞാൽ, അതായത് സൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മൃഗങ്ങളെ നമുക്ക് അടുത്തേക്ക് തൊടാനൊന്നും പറ്റില്ലല്ലോ, ദൂരെ നിന്ന് കാണാനല്ലേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിലെ മൃഗങ്ങൾ സൂവിൽ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ മൃഗങ്ങളാണ് കൂടുതലുള്ളത്. പക്ഷേ ഇവിടെ മൊത്തം ഇമ്പോർട്ടഡ് അനിമൽസാണ്. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഈ തത്തകളുടെ വർഗ്ഗത്തിൽപ്പെട്ട ഈ കിളി വന്നിട്ട് നമ്മുടെ കഴുത്തിലെ മാലയൊക്കെ ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി നല്ല ശ്രമം നടത്തുന്നുണ്ട്. നമ്മുടെ മാത്രമല്ല, എല്ലാവരുടെയും കഴുത്തിൽ വന്നിട്ട് ചരടും മാലയൊക്കെ കടിക്കലാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. അത് കടിച്ച് പൊട്ടിക്കുകയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പോണിയെ നിർത്തിയിട്ടുണ്ട് കേട്ടോ, ഒരു കുഞ്ഞു കുതിര. അപ്പോൾ വലിയ ആൾക്കാർക്കൊന്നും കയറാൻ പറ്റില്ല, കുട്ടികൾക്ക് കയറാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. വളരെ ചെറിയ കുതിരയാണ്. നമ്മളെ കയറി കഴിഞ്ഞാൽ അതിന് മിക്കവാറും അതിൻ്റെ നടുവൊടിഞ്ഞു പോകും. ചെറിയ കുതിരയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഉദ്ദേശിച്ച് മാത്രമാണ് ഇങ്ങനൊരു കുതിര സംഭവങ്ങളെല്ലാം ഇവിടെ നിർത്തിയേക്കുന്നത്. ഇതിനൊന്നും പ്രത്യേകിച്ച് കാശ് ചാർജ് ചെയ്യുന്നില്ല കേട്ടോ. ഒരാൾക്ക് 200 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാ സംഭവങ്ങളും ഒരൊറ്റ ഫീലാണ്. പ്രത്യേകിച്ച് അതിന് ചാർജൊന്നുമില്ല. രാവിലെ ഒരു 11 മണി, 10-11 മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ വൈകിട്ട് 6 മണി വരെയൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് ഫിഷ് ഫീഡിങ് ആണ് കേട്ടോ. ഇതുപോലെ ധാരാളം മീനുകൾക്ക് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. ഫുഡെല്ലാം ഇവിടെ നിന്ന് തന്നെ തരും. അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ട. നമ്മൾ എല്ലാം ആ 200 രൂപ ടിക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഈ സംഭവം നല്ല രസമാണ്. ഈ മീനുകൾ നമ്മുടെ കൈ ജസ്റ്റ് അതിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ എല്ലാം കൂടി വന്നിങ്ങനെ കൊത്തും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്ലിയാവും. കടിക്കും കാര്യങ്ങളൊന്നുമില്ലല്ലോ, കൊത്തുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നല്ലൊരു രസത്തിൽ നമുക്കിങ്ങനെ ഇക്ലിയാവും. നല്ല രസമാണ് സംഭവം. ഇനി പോകുന്നത് ആടുകളുടെ ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ പല രാജ്യത്തുള്ള പല വെറൈറ്റിയുള്ള ആടുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അതിനെല്ലാം തൊടാനും ചെയ്യാം, അതുപോലെ തന്നെ ഫീഡ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനുള്ള പ്ലാവിലയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് അതിനെടുത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു വെറൈറ്റി സംഭവമാണ് കേട്ടോ. ഇത് ജാക്കോബ് ഷീപ്പ്, ബ്രിട്ടൻ ഒറിജിനാണ്. ഇതിന് 4 കൊമ്പുകളാണുള്ളത്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ ഒരു ആടാണ്. 4 കൊമ്പുകളുള്ളൊരു ആടാണ്. 2 കൊമ്പുകൾ മുകളിൽ, 2 കൊമ്പുകൾ താഴെ. ഇത് വേറൊരു തരത്തിലുള്ളൊരു ആടാണ്. പിന്നെ വരുന്നത് കാളയാണ് കേട്ടോ. ഈ കാള നല്ല രസമുണ്ട് കാണാൻ. ഇത് വളരെ കുഞ്ഞൻ കാളയാണ്, കുഞ്ഞുട്ടൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ ഈ കാണുന്ന പോലെ മുതുകത്ത് ഈ കൊഴുപ്പ് ഒക്കെ ഉണ്ട്, ഒട്ടകം പോലെ തന്നെ. സാധാരണ നമ്മുടെ നാട്ടിലെ കാളകൾ കാണുന്ന പോലെ തന്നെ. അപ്പോൾ ആളാണ്, നമുക്ക് തൊടാനൊക്കെ പറ്റും. പ്രത്യേകിച്ച് റെസ്പോൺസൊന്നുമില്ല. പിന്നെ വരുന്നത് പട്ടികളാണ് കേട്ടോ. അപ്പോൾ അതൊരു 3 എണ്ണം ഉണ്ട് ഇവിടെ.
അത് ഓപ്പണായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് അതിനെ എല്ലാം എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ കുറേ ആളുകൾ ഇതിനെടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി തിരിച്ച് വയ്ക്കുന്നതൊക്കെ കാണാം. അപ്പോൾ അതിനകത്ത് 2 കുഞ്ഞു പട്ടികളും ഒരെണ്ണം താരതമ്യേന വലിയ പട്ടികളാണ്. പക്ഷെ എന്നിരുന്നാലും ഈ പട്ടികളൊക്കെ ഭയങ്കര പാവം കേട്ടോ. സാധാരണ നമ്മൾ കാണുന്ന പട്ടികളെ പോലെയൊന്നുമല്ല. സാധാരണ ഈ ഒരു പ്രായത്തിലുള്ള പട്ടികൾക്ക് കടിക്കാനുള്ള ഒരു ടെൻഡൻസിയും അതുപോലെ ഒരു കുറുമ്പൊക്കെ കാണിക്കാം, കളിക്കാൻ വേണ്ടിയെങ്കിലും കടിക്കുന്ന ഒരു കുറുമ്പൊക്കെ കാണിക്കാറുള്ളതാണ്. പക്ഷേ ഇതൊന്നും ഇങ്ങനെയൊന്നും കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് എല്ലാം വെൽ ട്രെയിൻഡ് ആണെന്ന് തോന്നുന്നു. കാര്യം എൻ്റെ വായിക്കകത്ത് കൈയിട്ടാൽ പോലും ഒന്നും കടിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഒരു പക്ഷേ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചതാവാം. അപ്പോൾ ഇത് ഓപ്പണായിട്ട് ഇങ്ങനെ ഒരു ബോക്സ് പോലുള്ള സംഭവത്തിൽ വെച്ചിരിക്കുകയാണ്. അതിനൊന്നും പ്രത്യേകിച്ച് ഫുഡ് കൊടുക്കാനൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അടുത്ത സെക്ഷൻ വരുന്നത് പിന്നെ കുതിരകൾ, ചെറിയ കുതിരകൾ, കഴുതകൾ, പന്നികൾ, പിന്നെ ഈ കാളകളെല്ലാം കൂടി ചേർത്തൊരു ഏരിയയാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഈ കഴുത എന്ന് പറഞ്ഞൊരു കുഞ്ഞി കഴുത ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ തലവിടാനും എല്ലാം പറ്റും. വളരെ പാവമാണത്. പക്ഷേ നമ്മൾ ഈ കഴുതയ്ക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഈ ഇലയെല്ലാം കൊടുക്കുമ്പോൾ കുതിരയ്ക്ക് കൊടുക്കണ പോലെ കൊടുക്കരുത്. കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. കാര്യം നമ്മുടെ കൈക്ക് കയറി കടിക്കും ഈ കഴുത. അപ്പോൾ അത് കുറച്ച് പേർക്ക് ഇവിടെ കടി കിട്ടി. അതറിഞ്ഞുകൊണ്ട് കടിക്കുന്നതല്ല, അതറിയാതെ കടിക്കുന്നതാണ്. അപ്പോൾ അതാണ് കഴുതയുടെ ഒരു പ്രശ്നം. കുതിരയ്ക്ക് അത്രയും പ്രശ്നമില്ല. കുതിര കുറച്ചും കൂടി കോൺഷ്യസ് ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് തന്നെ കുതിരയുണ്ട്. അപ്പോൾ കുതിരയും കഴുതയെ കൂടി വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ് ഇവിടെ. പിന്നെ വരുന്നത് ഒരു പന്നിയാണ്. അപ്പോൾ ഈ പന്നിയെല്ലാം നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് റെസ്പോൺസും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട കാളക്കുറ്റന്മാർ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, ഒരു ക്ലിപ്പും കൂടി എടുത്തു. അപ്പോൾ അതിൻ്റെ താഴെ കുറേ വാർത്ത ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ വരുന്നത് എമു ആണ് കേട്ടോ. അപ്പോൾ എമു 2-3 ഇവിടെ ഉണ്ട്. അപ്പോൾ എമുവിന് കൊടുക്കാനുള്ള ഫുഡൊക്കെ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ നമുക്ക് ഈ ആപ്പിളും കാര്യങ്ങളൊക്കെ, ക്യാരറ്റും അങ്ങനെയൊക്കെ അരിഞ്ഞ് തരും. അപ്പോൾ നമ്മളത് ജസ്റ്റ് അതിന് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് കൈ വെച്ച് കൊടുത്ത് അതിനൊന്ന് കഴിച്ചോളും. അപ്പോൾ നമ്മൾ ഈ എമുവിന് കൊടുക്കണ പോലെ ഒട്ടകപ്പക്ഷിക്ക് കൊടുക്കരുത്. ഒട്ടകപ്പക്ഷി അത്രയും ഫ്രണ്ട്ലി അല്ല, അത് കുറച്ച് ഡേഞ്ചറാണ്. പക്ഷേ എമു ഒരു പ്രശ്നമില്ല, അത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് സൂക്ഷിച്ച് നമുക്ക് വേദനിപ്പിക്കാതെ കൊത്തി തിന്നോളും. ഇനി നമ്മൾ പോകുന്നത് പാമ്പുകളുടെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ വിവിധ തരത്തിലുള്ള പാമ്പുകളുണ്ട്. വെനമസ് ആയിട്ടുള്ളതും നോൺ വെനമസ് ആയിട്ടുള്ള ധാരാളം പാമ്പുകളുണ്ട്. അപ്പോൾ കൂടുതലും പുറത്തേക്ക് എടുക്കുന്നവർ നോൺ വെനമസ് ആയിട്ടുള്ള പാമ്പുകളെയാണ്. അപ്പോൾ ഈ പാമ്പുകളെയൊക്കെ നമുക്ക് നമ്മുടെ കഴുത്തിലേക്ക് ഇടാൻ പറ്റും. അപ്പോൾ അതിനൊരാൾ നിൽപ്പുണ്ട്. അയാൾ നമ്മുടെ കഴുത്തിലിങ്ങനെ വന്ന് ഇട്ട് തരും, നമ്മൾ ഇൻട്രസ്റ്റ് പറയുവാണെങ്കിൽ മാത്രം. തിരക്കുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു. നമ്മൾ ചെല്ലുന്ന സമയത്ത് വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ എല്ലാവരുടെയും കഴുത്തിലൊക്കെ നമുക്ക് ഇടാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 200 രൂപ ടിക്കറ്റ് തന്നെയാണ് ഇതെല്ലാം. നമ്മൾ ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാം ഫ്രീ ആണ് ഇവിടെ. അപ്പോൾ നല്ല രസമുണ്ടോ. അപ്പോൾ ഇതിങ്ങനെ പത്തി ഇങ്ങനെ ആ ഒരു നാക്കില്ല, ആ നാക്കിങ്ങനെ ആട്ടുന്നൊക്കെ ഉണ്ട്. എന്നാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് നോൺ വെനമസ് ആണ്. അപ്പോൾ കുട്ടികളൊക്കെ കഴുത്തിൽ മാലിട്ടിരിക്കുന്ന പോലെയാണ് ഫ്രീ ആയിട്ട് പാമ്പിനൊക്കെ ഇട്ട് നിൽക്കുന്നത്. ആർക്കും നമ്മളെ ഈ ഒരു ആംബിയൻസിൽ വരുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നില്ല. പിന്നെ കാണുന്നൊരു സ്പൈഡറാണ്. അപ്പോൾ ഇതിനെയൊക്കെ വേണമെങ്കിൽ എടുക്കാം നമുക്ക്. പക്ഷേ ഇതെടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, നമ്മുടെ ശരീരത്തിൽ കയറ്റാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഈ സ്പൈഡറിനൊന്നും. പിന്നെ വിവിധ ഇനത്തിലുള്ള പലതരത്തിലുള്ള പാമ്പുകളുണ്ട്. അവർക്ക് കഴിക്കാനുള്ള ഫുഡായിട്ട് ഇത് എലികളുണ്ട്. അപ്പോൾ ഒരു പാമ്പ് 2-3 എലികളെ ആഴ്ചയിൽ ഒരിക്കലേ കഴിക്കുകയുള്ളൂ. പിന്നെ നെക്സ്റ്റ് വീക്കാണ് ഫീഡ് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞത്. വേറൊരു തരത്തിലുള്ള ജീവി. ഒരുപാട് ജീവികളുണ്ട് കേട്ടോ. അതിൻ്റെ പേരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫുൾ ടൈം ഉറങ്ങുന്ന ഒരു ജീവിയാണ്. ഇതെല്ലാം ഓരോ കൺട്രിയിലെ ജീവികളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കാണുന്നതൊരു പൂച്ചയാണ് കേട്ടോ. പക്ഷേ ഈ പൂച്ച അങ്ങനെ നമുക്ക് ഓമനിക്കാൻ തോന്നുന്ന രീതിയിലുള്ളൊരു പൂച്ചയല്ല. ഇതിൻ്റെ ഫേസ് തന്നെ ഒരു ക്രൂര ഭാവമാണ്. അപ്പോൾ ഇതൊരു മേത്തും മറ്റേ കണ്ട രോമമൊന്നുമില്ല, ഒരു പുലിയുടെ ഒരു ലുക്കാണ്. ഇങ്ങനെ അടുക്കാനൊന്നും വലിയ ചാൻസ് ഒന്നുമില്ല. ഇതുപോലെ ഒട്ടനവധി പൂച്ചകളുണ്ട് കേട്ടോ. എല്ലാത്തിനെയും കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. പല രാജ്യങ്ങളിൽ നിന്നുള്ള പൂച്ചകളുടെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ക്യൂട്ടായിട്ട് തോന്നിയ ഒരു പൂച്ച ഈ കാണുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ വളർത്തുന്നൊരു പൂച്ചയാണ്. ഇത് കുറച്ച് ക്യൂട്ടാണ്. ഈ പൂച്ച വലിയ ശല്യമൊന്നുമില്ല. ഈ പൂച്ചയാണ് കൂടുതൽ ആൾക്കാരും എടുക്കാറുള്ളത്. മറ്റു പൂച്ചകളൊന്നും നമുക്കങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ക്യാറ്റ്സ് അല്ല അതെല്ലാം.
ഇത് അത്യാവശ്യം നല്ല രസമുള്ളൊരു പൂച്ചയാണ്. ഇത് അങ്ങനെ കടിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്നത് ഈ പൂച്ച എടുക്കാനാണ്, കുട്ടികൾക്കൊക്കെ ആണെങ്കിലും. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് പക്ഷികളാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ മെക്കാവോ പോലത്തെ ഒരിനം തത്തവർഗത്തിൽപ്പെട്ട പക്ഷികളാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ കൂടിനകത്തേക്ക് കയറണം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൂടിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും. അതിനുശേഷം മാത്രമേ ഇവർ ഫീഡിങ് കാര്യങ്ങളൊക്കെ തരുള്ളൂ. അപ്പോൾ നമുക്ക് അത് കയ്യിൽ ജസ്റ്റ് പിടിച്ചാൽ മതി. പക്ഷികളുടെ അടുത്തേക്കൊന്നും പോകണ്ട. അത് തിരിച്ച് നമ്മുടെ കയ്യിൽ വന്ന് ഇരുന്ന് ഇത് വന്ന് കഴിച്ചോളും, ഫീഡ് ചെയ്തോളും. ഈ കാണുന്ന പോലെ ഇത് വന്നിരുന്ന് കഴിച്ചോളും. പിന്നെ കുറേ പക്ഷികളൊക്കെ തലയിലൊക്കെ വന്നിരിക്കും. അപ്പോൾ എൻ്റെ തലയിൽ ഈ നെറ്റിൽ നിന്ന് ഇങ്ങനെ വേർപ്പ് വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പക്ഷികളിങ്ങനെ തലയിലിങ്ങനെ ഒരുപാട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കൊത്തലും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പണ്ട് കോഴിക്കോട് ഇതുപോലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഫുള്ള് പക്ഷികൾ വന്ന് കണ്ണിൻ്റെ അടുത്തൊക്കെ വന്ന് ഭയങ്കര പ്രശ്നമായി. അതുകൊണ്ട് ഞാൻ കൂളിംഗ് ഗ്ലാസ് എല്ലാം വെച്ചത് കണ്ട. അപ്പോൾ ഗ്ലാസ് വയ്ക്കുമ്പോൾ അത്ര വലിയ പേടിക്കാനൊന്നുമില്ല, കണ്ണിലൊന്നും ചെയ്യൊന്നുമില്ല. അത് തലയിൽ വന്ന് ഇങ്ങനെ മാന്തിക്കൊണ്ടേയിരിക്കും. അത് നമുക്കെന്തോ ഒരു അസ്വസ്ഥത തോന്നും. രസമാണ് സംഭവം. ഇതൊക്കെ വല്ലപ്പോഴുള്ള കാര്യങ്ങളല്ലേ. നെക്സ്റ്റ് വരുന്നത് ഒട്ടകപ്പക്ഷിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒട്ടകപ്പക്ഷി അത്രയും ഫ്രണ്ട്ലി അല്ല. നമ്മളെ എമ്മൂനൊക്കെ തീറ്റ കൊടുത്ത പോലെ ഒന്നും ഒട്ടകപ്പക്ഷിക്ക് തീറ്റ കൊടുക്കാൻ അവർ വേണ്ടെന്നാണ് പറയുന്നത്. അതിനുള്ള അവർ സജസ്റ്റ് ചെയ്യുന്നില്ല. കാര്യം അത് അത്രയും ഫ്രണ്ട്ലി അല്ല. നമ്മൾ എമ്മു പോലെയൊന്നും നമുക്ക് കയ്യിൽ വെച്ചൊന്നും ഫുഡ് കൊടുക്കാൻ പറ്റില്ല ഒരിക്കലും ഒട്ടകപ്പക്ഷിക്ക് എന്നാണ് അവർ പറയുന്നത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഏരിയ അങ്ങ് സ്കിപ്പ് ചെയ്യുകയാണ്. പക്ഷേ ജസ്റ്റ് ഇതിനെ പുറത്തു നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. ഇതിന് ഒട്ടകപ്പക്ഷി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇതിനെ ഇത് നല്ല ഗടാഗടിയന്മാരായ രണ്ടെണ്ണമാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം പേടിയാവും. അപ്പോൾ ഇനിയും കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ. അപ്പോൾ നമ്മളിനി കണ്ടുകൊണ്ടിരിക്കാൻ. അടുത്തത് ഈ കാണുന്നത് കോഴികളാണ്. വ്യത്യസ്തമായ ഇനത്തിലുള്ള കോഴികളാണ്. ഇത് കളർ ചെയ്തേക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പല രാജ്യത്തു നിന്ന് കൊണ്ടുവരുന്ന പല മോഡലാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം പേരുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ കോഴികൾ ആയിട്ട് ഒരു വലിയൊരു കോഴികളുടെ ഒരു കേജ് വേറെ ഉണ്ട്. ഈ കാണുന്നത് കണ്ടില്ലേ, ഒരുപാട് കോഴികൾ, പല മോഡൽ, പല കൺട്രിയിലുള്ള കോഴികളുടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെ കൂടി വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിനകത്ത് കുറച്ച് രസം തോന്നുന്നതിൻ്റെ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ളൂ ഇവിടെ. അപ്പോൾ അതെ ഈ കാണുന്ന കോഴിയൊക്കെ ഇല്ലേ, ഇതൊക്കെ നല്ല രസമാണ് കാണാൻ. അങ്ങനെ 1-2 കോഴികൾ മാത്രമേ ഷൂട്ട് ചെയ്യുന്നില്ല. എല്ലാം കൂടി നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ വരുന്നത് ആമയാണ്. വലിയൊരു ആമയാണിത്. വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല അതിൻ്റെ വലിപ്പം. അതുപോലെ നല്ല രസമാണ് ഇതിനെ കാണാനും. പിന്നെ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഉരകവർഗത്തിൽപ്പെട്ട ആ ഒരു ജീവിയാണ്, ഇഗ്വാനയാണത്. അപ്പോൾ ഇഗ്വാനയാണ് നേരത്തെ നമ്മുടെ തോളിലും കയ്യിലും തലയിലൊക്കെ വെച്ച് തന്നത്. അത്യാവശ്യം വലിയ ജീവിയാണ്. കണ്ട ദിനോസറിനെ പോലെ ഇരിക്കുമെങ്കിലും ആൾ ഭയങ്കര പാവമാണ്. വെജിറ്റബിൾ മാത്രമേ കഴിക്കുകയുള്ളൂ. വേറെ ഒരു ഉപദ്രവങ്ങളും ഇല്ല. കാണുമ്പോൾ ഒരു ഉപദ്രവകാരിയെ പോലെ തോന്നുമെങ്കിലും അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇഗ്വാന തന്നെ പല മോഡലിലുള്ളത് ഇങ്ങനെ പല പല കൂടുകളിലായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ടോട്ടലി കാണാൻ നല്ല രസമാണ്. ഇതൊക്കെ ഓരോ കൺട്രിയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇഗ്വാനകളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി നമുക്ക് കാണിക്കാൻ ഈ വീഡിയോ മൊത്തത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇത് മറ്റൊരു കൺട്രിയിൽ അരയണം പോലത്തെ ഒരു ആ വിഭാഗത്തിൽപ്പെട്ടൊരു പക്ഷിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒട്ടനവധി കൺട്രിയിലെ അരയണം പോലത്തെ ഒരുപാട് പക്ഷികളുടെ ഡീറ്റെയിൽസും അതുപോലെ പക്ഷികളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവരെ കാണാനും കഴിയും. അപ്പോൾ അതെല്ലാം നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇത് ഈ മൈനയുടെ കിണത്തിൽപ്പെട്ട മറ്റൊരു തരത്തിലുള്ള ഒരു പക്ഷിയാണ്, വേറൊരു കൺട്രിയിലെ പക്ഷിയാണ്. ഇതും അതുപോലെ അത്തരത്തിലുള്ള ഒരു പക്ഷിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വിശദമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മെക്കാവോ ആണ്. ഇത് പിന്നെ എല്ലായിടത്തും കാണുന്നതാണ്, കാര്യം എല്ലാ സൂവിലും കാണുന്നതാണ്. ഇത് അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. പിന്നെ ധാരാളം മുയലുകളുണ്ട്. ഇതിനെല്ലാത്തിനും ഓരോന്നായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് മോഡലുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ എടുത്തെടുത്ത് പോവുകയാണ്. പിന്നെന്താ പിന്നെ ഈ കാണുന്നത് എലിയാണ് കേട്ടോ, വൈറ്റ് എലി. നമ്മുടെ പെരിച്ചാഴിയൊക്കെ ഇല്ലേ ബ്ലാക്ക്, അതിൻ്റെ തന്നെ വൈറ്റ് കളർ ഒരു സംഭവമാണത്. പിന്നെ ബ്ലാക്ക് കളർ അരയന്നങ്ങളാണ്. ഞാനെങ്കിൽ ബ്ലാക്ക് കളർ അരയന്നങ്ങളെ കണ്ടിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ സാധാരണ പ്രാവിൻകൂടും അങ്ങനെ കുറച്ച് കാര്യങ്ങളും. പിന്നെ ഇത് ഈ ക്യാറ്റ് വർഗത്തിൽപ്പെട്ട എന്തോ ഒരു ജീവിയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ആ കിരീടൊക്കെ വർഗത്തിൽപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഏത് കാനഡയെന്ന് തോന്നുന്നു കൺട്രി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ.
ഇത് അതുപോലെ തന്നെ ഈ അണ്ണാൻ വർഗത്തിൽപ്പെട്ട മറ്റൊരു തരത്തിലുള്ള കുറച്ചുകൂടി വലിയൊരു ജീവിയാണ്. നമ്മൾ നേരത്തെ ഇതിൻ്റെ കുഞ്ഞ് ടൈപ്പാണ് നേരത്തെ കണ്ടത്. ഇതതിൻ്റെ വലിയ ടൈപ്പ്. ഇതെനിക്ക് തോന്നുന്നു മലേഷ്യയോ അങ്ങനെ ഏതൊരു രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ എല്ലാം അങ്ങനെ ഫുള്ള് വായിച്ച് പോകാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വായിച്ചിട്ടില്ല. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല രസമുള്ളൊരു ജീവിയാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു പൂച്ചയാണ് കേട്ടോ. അതിപ്പോൾ പുറത്തിറങ്ങി വന്ന് കിടക്കുവാണ്. ഇത് കങ്കാരു ഉണ്ടോ, കങ്കാരുവിനെ സാധാരണ ഞാൻ ഇതുവരെ ഒരു സൂവിലും ഇന്ത്യയിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഉണ്ടാവുമായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല, കേരളത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കങ്കാരുവാണ്. എല്ലാം കിടപ്പിലാണ്, എഴുന്നേറ്റ് നിൽക്കുന്നില്ല ഒന്നും. ഒരു 3 എണ്ണം ഉണ്ട്. കങ്കാരുവിനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മൃഗശാലയിൽ കാണുന്നത്. പിന്നെ ഇത് മറ്റൊരു തരത്തിൽ ഈ കുരങ്ങ് വർഗത്തിൽപ്പെട്ട തന്നെ ഒരു ജീവിയാണ്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വീഡിയോയിലെല്ലാം ക്ലിയറായിട്ട് എനിക്ക് സൂം ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതും അതെ, ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു സ്പീഷീസാണ്. ഇത് സൗത്ത് ആഫ്രിക്ക എന്തോ ആണ്. ഈ കുരങ്ങിൻ്റെ തന്നെ വർഗത്തിൽപ്പെട്ടതാണ്. ഇത് ഈ അണ്ണാൻ്റെ വർഗത്തിൽപ്പെട്ട മറ്റൊരു സ്പീഷീസാണ്. ഇത് കുരങ്ങ് വർഗത്തിൽപ്പെട്ട ബ്ലാക്ക് കളർ വേറൊരു സ്പീഷീസാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് എൻ്റെ പുറത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കാണാൻ. പിന്നെ ഇതുപോലെ കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ധാരാളമാണ്. 2 മണിക്കൂർ മാക്സിമം, 2 അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ അത്യാവശ്യം നല്ല സ്ഥലമാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് മറ്റേ അക്വേറിയത്തിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ വേണമെങ്കിൽ പോവാം. വേണമെങ്കിൽ പഞ്ചവടി ബീച്ചിൽ പോവാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വരുവാണെങ്കിൽ അങ്ങനെ ഒരു 3-4 കാര്യങ്ങൾ ഒരുമിച്ച് ഒരു ദിവസത്തെ ട്രിപ്പാക്കി കൊണ്ടുവരാം. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനി ഗുരുവായൂർക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചവടി ബീച്ചിലോ അക്വാറിയത്തിൻ്റെ ആ സംഭവങ്ങളൊന്നും കയറുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ഫ്രൈഡേ 4 മണിക്കാണ്. അതുവരേക്കും ട്രാവൽ ആൻഡ് ആർട്ട് സൈനിങ് ഓഫ്, അരുൺ.